Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും RRB ഗ്രൂപ്പ് ഡി എക്സാമിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. ഡിസംബറിൽ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ജാനുവരി 22-ന് വന്നു. അപ്പോൾ ഈ എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ജാനുവരി 23-ന് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 22-നാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ലൊരു അവസരമാണ്. നമ്മുടെ PSCയിലൊക്കെ LDC എക്സാമിലെ 10th ലെവലിന് വരുന്നത്, അതേപോലെ തന്നെ SSCക്ക് ആണെങ്കിൽ MTS അതും 10th യോഗ്യതയുള്ള ഒരു എക്സാമാണ്. അതുപോലെ തന്നെ റെയിൽവേയിൽ വരുന്ന 10th പാസ്സായവരാണ് ക്വാളിഫിക്കേഷൻ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ RRB ഗ്രൂപ്പ് ഡി. നല്ലൊരു എക്സാമാണ്. ഭയങ്കര ടഫ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നാൽ വളരെ എളുപ്പമൊന്നുമല്ല. നല്ല രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്താൽ, നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് പഠിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടാവുന്ന ഒരു എക്സാമാണ് ഈ RRB ഗ്രൂപ്പ് ഡി. നോക്കണം അതിന്റെ സിലബസ്. അതായത് ഒരു 3 സ്റ്റേജായിട്ടാണ് എക്സാം നടക്കുന്നത്. ഒന്ന് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റ്. ഇത് 3ആണ് ഇതിനകത്തുള്ളത്. സാധാരണ റെയിൽവേയുടെ മറ്റുള്ള NTPC ഗ്രാജുവേറ്റിന്റെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഒക്കെ ഉള്ള എക്സാംസിനൊക്കെ 2 ലെവൽ CBT എക്സാംസ് തന്നെയുണ്ട്. ഇതിനാണെങ്കിൽ 1 ലെവൽ CBT എക്സാമേ ഉള്ളൂ. അതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ജനറൽ സയൻസ് 25 മാർക്സിനുള്ള ജനറൽ സയൻസ് ഉണ്ട്. അതേപോലെ തന്നെ മാത്സ് 25 മാർക്സിനുള്ള മാത്സ് ഉണ്ട്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്സ്, റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരത്തില്ല, അത് 30 മാർക്കിനുണ്ട്. അതേപോലെ തന്നെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്സ്. ക്ലിയർ ആണോ? അങ്ങനെ 100 മാർക്സ് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. അതേപോലെ ടൈം ഉണ്ട് ഇതിന് 90 മിനിറ്റ്സ്. അതായത് 100 മാർക്സിനുള്ള അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് 90 മിനിറ്റ് ആണ് അവർ പറയുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം നിങ്ങളിപ്പോൾ PSCക്കൊക്കെ വേണ്ടിയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ചൊന്ന് ഈ പറയുന്ന മാത്സും അതേപോലെ മാത്സിൽ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് കൊടുത്താൽ വളരെ പെട്ടെന്ന് ആ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി തുടക്കക്കാരാണെങ്കിൽ പോലും വലിയ ഇഷ്യൂ ഇല്ല, നമുക്ക് അതിനുള്ള സമയമുണ്ട് പഠിക്കാൻ. ആ ഒരു കറക്റ്റ് ആ ഒരു സിലബസ് അനുസരിച്ച് ഒന്ന് നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ അത് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇതിന്റെ മാത്സിന്റെ സിലബസും അതെങ്ങനെ പഠിക്കണം എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മാത്സിന്റെ സിലബസ് ആ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള സിലബസ് ആണ്. ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനിത് വീണ്ടും എല്ലാ ടോപ്പിക്സും പറയുന്നുണ്ട്. അപ്പൊ എന്താ, മാത്സിലെ സിലബസ് ആണ് ഇവർ തന്നേക്കുന്ന നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുള്ള RRB ഗ്രൂപ്പ് ഡിയുടെ മാത്സിൽ ചോദിക്കുന്ന സിലബസ് ആണ്. 25 മാർക്സിനാണ് മാത്സ് ചോദിക്കുന്നത്. ഓക്കെ, അതാണ്ട് ഞാൻ ഓരോന്നായിട്ട് പറയാം. അതേപോലെ ഈ പറയുന്നത് ഞാനിപ്പോൾ ആ തന്നിരിക്കുന്ന ഓർഡറിൽ നിന്ന് മാറ്റി എഴുതിയേക്കുക. അതായത് ഏത് ഓർഡറിൽ നമ്മൾ പഠിച്ചാലാണ് നല്ല രീതിയിൽ നമുക്ക് അതിൽ സ്കോർ ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് ഓരോ ടോപ്പിക്കും ഇപ്പൊ നമ്മൾ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് ആദ്യം അങ്ങനെ എടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ബേസ് തൊട്ട് ഓരോന്നും പഠിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കിയുള്ള ടോപ്പിക്സ് എടുക്കാൻ. അപ്പൊ ഞാൻ ആ ഒരു ഓർഡറിലാണ് ഈ എഴുതിയേക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കാം. നോക്കിയേ, ആദ്യം അത് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ, അതായത് ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. അതിനകത്ത് തന്നെ ബോട്ട് മാസ് സിംപ്ലിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ ആദ്യം ഏത് ചെയ്യണം, ആദ്യം ഡിവിഷൻ ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം എന്ന്. അപ്പൊ അതേപോലുള്ള സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ ചോദിക്കാം. അതേപോലെ തന്നെ ഡെസിമൽസ്, ഫ്രാക്ഷൻസ്. ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നുമുണ്ട്. അതേപോലെ തന്നെ ഇതിപ്പോ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് വേണം ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട്. അപ്പൊ ആ ഒരു, അതായത് നമ്പേഴ്സിന്റെ കാര്യങ്ങളും നമ്പേഴ്സ് ഏതൊക്കെ തരത്തിലുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ഈ കണക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ അത് പാടുവരും. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അതേപോലെ തന്നെ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്. ഇപ്പോൾ ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ ക്യൂബ് റൂട്ട് ആണ്, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ നമ്മൾ ആദ്യം നോക്കണം. അതുപോലെ തന്നെയാണ് LCM HCF. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറെ നമ്പേഴ്സിന്റെ ഒക്കെ ആണെങ്കിലും LCM HCF കാണാൻ അറിയണം. അതേപോലെ ഈ ടോപ്പിക്കിന്റെ പേര് ഇങ്ങനെ സിലബസിൽ കൊടുക്കാൻ കാരണം അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ വരുന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ നമ്പർ സിസ്റ്റത്തിനകത്ത് വരുന്ന ഇത്രയും ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM HCF ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് റേഷ്യോ പ്രൊപ്പോർഷൻ. അത് വേണം നമ്മൾ അത് കഴിഞ്ഞ് ആദ്യം പഠിക്കാനായിട്ട്.
കാരണം തന്നെ നമ്മൾ ഇനി ഏത് ടോപ്പിക് എടുത്താലും അതിലെല്ലാം റേഷ്യോയുടെ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ റേഷ്യോയിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ, അതിൽ നിന്ന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ്, കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ ആദ്യം പഠിച്ചിട്ട് വേണം അടുത്തതിലോട്ട് പോകാൻ. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് റേഷ്യോ പ്രൊപ്പോർഷൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഈ ഇതിന്റെ കൺസെപ്റ്റ് അറിയാതെ നമ്മൾ വേറെ വലിയ വലിയ ചാപ്റ്റേഴ്സിലേക്ക് പോയാൽ നമുക്കത് പാടായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ റേഷ്യോ പ്രൊപ്പോർഷൻ എന്നുള്ള ഒരു ടോപ്പിക്ക് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ്, അപ്പോൾ അത് റേഷ്യോ പോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഏജ് റിലേറ്റഡ്, അതായത് വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ, അതേപോലെ തന്നെ ആവറേജ്. ഈ ആവറേജ് എന്നുള്ള ഒരു വേർഡ് നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് വിട്ടുപോകാനാണ് സാധ്യത. കാരണം നമ്മുടെ മാത്സ് സിലബസ് വരുന്ന ഏതൊരു എക്സാമിനും ആവറേജിലെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മിക്കവാറും കാണുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് അത് വിട്ടുപോകാനാണ് സാധ്യത. അത് കളയേണ്ട, ആവറേജ് നമുക്ക് പഠിക്കാം. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് പെർസെൻറ്റേജ്. അതായത് പെർസെൻറ്റേജിൻ്റെ ഒക്കെ ബേസിക്സ് തൊട്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഇനി വരുന്ന ഏത് ടോപ്പിക് എടുത്താലും അതിൽ പെർസെൻറ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. പെർസെൻറ്റേജ് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കാവുള്ളൂ. അതായത് അത് തുല്യമാണ്. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് പറയാം. അതായത് പെർസെൻറ്റേജിൽ നമ്മളൊരു സാധനം ഇത്ര ശതമാനം കൂടി എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രോഫിറ്റ്, അല്ലേ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇപ്പം നമ്മൾ പറയാം, ഒരു 100 രൂപ വിലയുള്ള പേന, അല്ലെങ്കിൽ അതിന് 10% വില കൂട്ടി എന്ന് പറയുന്നു, അത് തന്നെയാണ് പ്രോഫിറ്റ്, അല്ലെ? 10% വില കൂട്ടി വിറ്റു എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ പെർസെൻറ്റേജ് പഠിച്ചിട്ട് വേണം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഇത്രയുമാണ് ആദ്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. ആദ്യം നമ്പർ സിസ്റ്റത്തിലെ കാര്യങ്ങൾ, നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം പഠിക്കുക. അതിനുശേഷം റേഷ്യോ പ്രൊപ്പോർഷൻ, പിന്നെ ആവറേജ്, പിന്നെ പെർസെൻറ്റേജ് പഠിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസും പഠിക്കാൻ. അപ്പൊ ഈ ഇത്രയും ഒരു അത് ആദ്യം പഠിച്ചതിന് ശേഷം മാത്രമേ ഇനി ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ പോകാവൂ. അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഇക്വേഷനുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരെണ്ണമാണ്. എന്നാൽ ഇത് പെർസെൻറ്റേജ്, റേഷ്യോ, ഈ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ടോപ്പിക്കിലോട്ട് നമ്മൾ പോകാവൂ. അതിനകത്ത് വരുന്നതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അറിയാമല്ലോ, ബാങ്കിലൊക്കെ നമ്മൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് ഇടുന്നത്, അല്ലേ? നമ്മളൊരു തുക കൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇടാം, അതേപോലെ കോമ്പൗണ്ടിലിടാം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും ഉണ്ട്. അതെന്ന് പറയുമ്പോഴവിടെ റേറ്റ്, പേഴ്സൺ എന്നൊക്കെ പറഞ്ഞാൽ പെർസെൻറ്റേജിൻ്റെ കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അതിനുശേഷം പഠിക്കേണ്ടതാണ്. അതിനുശേഷം വരുന്നതാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതിനകത്ത് തന്നെ ഈ ഒരു ഹെഡിങ്ങോട് കൂടി എടുത്ത് പറഞ്ഞില്ലെങ്കിലും ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് തന്നെ വരുന്നതാണ് ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്. ഇവിടെ ഈ ഒരു ടോപ്പിക്ക് അങ്ങനെ എടുത്ത് പറയുന്നില്ല, അത് ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് തന്നെ ഉള്ളതാണ്. കുറച്ചും കൂടെ ഹയർ ലെവലിൽ ബോട്ട് ആൻഡ് സ്ട്രീംസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. അത് പക്ഷേ ഈ ഒരു 10th ലെവലിൽ ചിലപ്പോൾ അത് കാണില്ലായിരിക്കും. അപ്പം അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പേര് എടുത്ത് പറയാത്തത്. അപ്പം ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതിലും ഞാൻ പറഞ്ഞല്ലോ, റേഷ്യോയുടെ ഒക്കെ കുറേ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ. അതിനുശേഷം വന്നിട്ടുള്ളതാണ് ടൈം ആൻഡ് വർക്ക്. ഓക്കെ, ടൈം ആൻഡ് വർക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് പൈപ്പ് ആൻഡ് സിസ്റ്റം. 2 പേരും എടുത്ത് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടൈം ആൻഡ് വർക്കും പൈപ്പ് ആൻഡ് സിസ്റ്റം ഒരേപോലെ പഠിക്കാവുന്നതാണ്. ടൈം ആൻഡ് വർക്കിൽ ആളുകൾ ജോലി ചെയ്യുന്ന കാര്യത്തെ പറ്റി പറയുന്നു, പൈപ്പ് ആൻഡ് സിസ്റ്റമിൽ പൈപ്പ് വെള്ളം നിറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും ഒരേപോലെ പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അതിനുശേഷം വരുന്നതാണ് മെൻസുറേഷൻ. മെൻസുറേഷൻ എല്ലാവർക്കും അറിയാം, 3 ഡയമെൻഷൻ, അതുപോലെ 2 ഡയമെൻഷണൽ ജോമെട്രി. അതായത് എന്താ 2D എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? സ്ക്വയർ, റെക്ടാങ്കിൾ, സർക്കിൾ, അതിൻ്റെയൊക്കെ ഏരിയ, പെരിമീറ്റർ, അതുമായിട്ട് റിലേറ്റ്. അത് കുറച്ച് ഇക്വേഷൻസ് ആണ്, അല്ലേ? ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചാൽ നമുക്ക് ആ ഒരു ഏരിയ പെട്ടെന്ന് സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ വരുന്നതാണ് 3 ഡയമെൻഷണൽ. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ, കോണ്, ഇതൊക്കെയാണ് 3 ഡയമെൻഷൻ. അപ്പൊ അതാണ് മെൻസുറേഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നതാണ് കലണ്ടർ, ക്ലോക്ക്. അത് ചില സമയത്ത് റീസണിങ് പാർട്ടി വരുന്നതാണ്. പക്ഷെ ഇവരിവിടെ മാത്സിന്റെ സിലബസിനകത്ത് കൂടി തന്നെ ഇട്ടേക്കുന്നത് കലണ്ടർ റിലേറ്റഡ് പ്രോബ്ലംസും അതേപോലെ തന്നെ ക്ലോക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഏതൊരു, അതായത് നമ്മളിപ്പം PSC എടുത്താലും അതേപോലെ PSC എക്സാംസ് ഇപ്പൊ ഡിഗ്രി ലെവൽ ആണെങ്കിലും +2 ആണെങ്കിലും 10th ലെവലിലെല്ലാം ഇത്രയും ഞാൻ പറഞ്ഞ ഏരിയാസ് ഒക്കെ അതിനകത്തും ഉണ്ട്. ഇനി അതിലില്ലാതെ എക്സ്ട്രാ ആയിട്ട് റെയിൽവേ, അതേപോലെ തന്നെ SSC എക്സാമുകൾക്കും ചോദിക്കുന്ന ഏരിയ ആണ് ഇതൊക്കെ.
ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, ജോമെട്രി, എലമെന്ററി സ്റ്റാറ്റിക്സ്. ഇത് RRBക്കും SSC എക്സാംസിന് മാത്രമായിരിക്കും ഈ ഒരു മാത്സിന്റെ ഏരിയയിൽ ചോദിക്കുന്നത്. അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. റെയിൽവേക്കും SSC എക്സാമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെ ഈ റെയിൽവേ ഇതിന് ഇത്രയും ടോപ്പിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോഴത്തേക്ക് ആ എക്സാമിന് ഇതിൻ്റെയൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ളതേ ഉള്ളൂ. ഹൈ ലെവലിലുള്ള ചോദ്യങ്ങളൊന്നുമില്ല. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു ഏരിയ കാണുമ്പോൾ കുറച്ച് പേടിയായിട്ട് തോന്നും അല്ലേ? അത്രയൊന്നുമില്ല. ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന്. ഓക്കെ, ഓൾജിബ്ര നമ്മൾ പറഞ്ഞിട്ടില്ല, A+B² അങ്ങനെയുള്ള കുറച്ച് ഇക്വേഷൻസ്, പിന്നെ ട്രിഗ്നോമെട്രി, സൈൻ തീറ്റ, കോസ് തീറ്റ അങ്ങനെയുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, അതായത് ആദ്യമേ ഈ ഒരു ഏരിയയിലേക്ക് മാത്സ് ബിഗിനേഴ്സ് ആണെങ്കിലും, അതായത് കുറച്ച് ബേസ് കുറഞ്ഞവരാണെങ്കിൽ ആദ്യം ഈ ഒരു ഏരിയസിലേക്ക് പോകണ്ട. നമ്മൾ ആദ്യം കണ്ട ആ ഒരു ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നന്നായി പഠിച്ചതിന് ശേഷം വേണം ഇത് നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ട്രിഗ്നോമെട്രി, പിന്നെ ജോമെട്രി നമ്മളിപ്പോൾ 2D 3D ഒക്കെ പറഞ്ഞു. അത് ഏരിയ, പെരിമീറ്റർ, വോളിയം ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത്. ഇവിടെ ജോമെട്രി വരുമ്പോൾ നമ്മുടെ സിമിലർ ട്രയാങ്കിൾസ്, ലൈൻസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇവിടെ തന്നെ കുറച്ച് നമ്മൾ കാണാതെ പഠിക്കാനുണ്ട്. ഇപ്പോൾ ട്രിഗ്നോമെട്രിക്ക് ആണെങ്കിൽ അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ്, ഓൾജിബ്രയിൽ നമ്മൾ A+B² അങ്ങനെയുള്ള ഐഡന്റിറ്റീസ് അങ്ങനെയുള്ളതൊക്കെ കാണാതെ പഠിക്കാനുണ്ട് ഈ ഒരു ഏരിയ. സ്റ്റാറ്റിസ്റ്റിക്സ് അതേപോലെ വരുന്നതാണ്. നമ്മുടെ മീന്, മീഡിയൻ, മോഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ മാത്സ് പഠിക്കാനായിട്ട്. അപ്പോൾ മാത്സ് ബിഗിനേഴ്സ് ആണ്, ഒട്ടും ബേസ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ പഠിച്ചു വന്നാൽ വളരെ എളുപ്പമായിരിക്കും. ഈ ഒരു രീതിയിൽ ബേസ് തൊട്ട് ഓരോ ടോപ്പിക് എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് RRB ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിച്ച് നിങ്ങളെ ടെസ്റ്റുകളൊക്കെ, മോക്ക് ടെസ്റ്റുകളും ഒക്കെ എഴുതി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും എല്ലാം നടത്തി നല്ല രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ എക്സാമിന് ഫേസ് ചെയ്യാൻ നിങ്ങളെ ഞങ്ങൾ ഒരുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.